സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇപ്പൊ നമ്മൾ റമദാന് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ ഞാൻ സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്വർഗം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സ്വർഗത്തിൽ ഒരു തെറ്റുള്ളൊരു മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റൂല എന്നുള്ളതാണ്. സ്വർഗം പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ നാടാണ്. എല്ലാം പരിശുദ്ധരാക്കാനും സ്വർഗത്തിലുണ്ടാവുക. ഒരു ചെറിയ ഒരു കുത്തുപോലും തെറ്റുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടാവില്ല, സ്വർഗത്തിലുണ്ടാവില്ല എന്നാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പം നമ്മളുണ്ടാവും. അതിനെന്ത് ചെയ്യണം? നമുക്ക് തെറ്റുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല എന്തിനാ നരകം സൃഷ്ടിച്ചേ? വെറുതെ ഇരുന്നപ്പോൾ ഹോബി അടിച്ച് കുറെ തീ എടുത്ത് ഇങ്ങനെ കത്തിച്ചതല്ലല്ലോ. അല്ലാഹു തആല നരകം സൃഷ്ടിച്ചത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവൻ്റെ തെറ്റിനെ കരിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നരകത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ നരകത്തിലിടും. നരകത്തിലിട്ട് ആ തെറ്റ് മൊത്തം കരിച്ചതിന് ശേഷം എവിടേക്ക് കടത്തും? സ്വർഗത്തിലേക്ക് കടത്തും. കാരണം തെറ്റ് കൊടുക്കട്ടെ സ്വർഗത്തേക്ക് കടക്കാൻ പറഞ്ഞാൽ നടക്കൂല. സിറാത്ത് പോലെ തെറ്റുള്ളൊരു മനുഷ്യന് ചാടാൻ കഴിയില്ല, അത് കടക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗത്തിലൊരാളും മോശക്കാരനാവില്ല. ഈ അന്ത് ചെയ്ത ആളല്ലേ എന്നൊരു സംഭവം അവിടെ ഉണ്ടാവില്ല. എല്ലാവരും അഭിമാനമുള്ള ആളുകളൊക്കെ. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല നരകത്തിലിട്ട് ഒരു മനുഷ്യനെ അവൻ്റെ തെറ്റുകൾ മൊത്തം എന്ത് ചെയ്യും? കരിച്ച് കളഞ്ഞ് മായ്ച്ച് കളഞ്ഞതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കടത്തുക. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഈ തെറ്റുകളില്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്യാൻ പറ്റുക, തെറ്റുകളില്ലാത്തൊരു യാത്രയുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക. നമ്മുടെ കൽബ് ഇങ്ങനെ കറുത്തു പോയെങ്കിൽ ആ കൽബിനെ നമ്മൾക്ക് ഇങ്ങനെ മായ്ക്കാൻ പറ്റണം. അതിനുള്ള അവസരങ്ങളല്ലേ അല്ലാഹു തആല നൽകിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു തആല റഹ്മത്ത് നൽകി, മഗ്ഫിറത്ത് നൽകി, ഇത്ഖും മിനന്നാർ നൽകുന്നു, സ്വർഗം കൊടുക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ തൊടുന്നു. അല്ലാഹു തആല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാം നന്നായി കൽപ്പിച്ചു. പക്ഷെ അന്നേരം ഒരു പ്രശ്നമുണ്ട്. ഈ സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞാൽ അത് പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്താൽ മതിയോ? പൈസ ഇല്ലാത്തൊരു സ്വതക്ക ചെയ്യണ്ട. പൈസ ഇല്ലാത്തൊരു സ്വതക്ക ചെയ്യണം. ക്യാഷ് ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് സ്വതക്ക ചെയ്യേണ്ടത്? അത്തബസ്സുമു ഇലാ വജ്ഹി അഖീഖ സ്വതഖത്തുൻ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാളെ കാണുന്ന സമയത്ത് ഒരു പുഞ്ചിരി കൊടുക്കുന്നു, സലാം പറയുന്ന സമയത്ത് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു. അത് സ്വതക്കയായിട്ട് അല്ലാഹു തആല എഴുതി വെക്കുകയാണ്. നമുക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലത്തെ അല്ലാഹു തആല നൽകുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കാൻ എന്തെല്ലാം സ്റ്റെപ്പ് വെക്കുന്നു. നിങ്ങൾ ജമാഅത്തിന് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവരെ ഓരോ കാൽപാദത്തിനും അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു. മാഷാ അല്ലാഹ്. അല്ലാഹു തആല എത്ര ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടുകാരോട് സലാം പറഞ്ഞു പോരുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊന്ന് വുളൂ ചെയ്ത് കിടന്നാൽ പുലരുവോളം ആവുമ്പോഴേക്ക് 10,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തൊടുന്നു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു തആല നമ്മളെ എങ്ങനെ പ്യൂരിഫിക്കേഷൻ ചെയ്യാമെന്ന് അല്ലാഹു തആല നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. രണ്ടാളുകൾ ഒരു വഴിയിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ രണ്ടിൽ ഒരാൾ ലീഡർ ആവണം. ഒരു യാത്ര പോകുമ്പോൾ അതിന് എന്തായാലും അമീർ വേണം. അമീർ ഇല്ലാതെ യാത്ര പറ്റൂല. ഞങ്ങളെല്ലാവരും അമീറാന്ന് പറഞ്ഞത് വിഷയം നടക്കൂല. എന്തായാലും ഒരു അമീർ വേണ്ടി വരും ഒരു യാത്ര സംഘത്തിന്. അങ്ങനെയാണ് നമ്മുടെ രണ്ട് ഭാഗത്ത് 2 മലക്കുകളുണ്ട്. ഈ 2 മലക്കുകൾക്ക് ഒരു അമീറുണ്ട്. അതാരാ? വലതുവശത്തുള്ള മലക്കാണ്. ഈ 2 ആളുകളെ നിയന്ത്രിക്കുന്ന 2 ആളുകളിൽ കൂടുതൽ പവർ കൊടുത്തതായിരിക്കാം വലതുഭാഗത്തുള്ള മലക്കിനാണ്. എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്നറിയോ? നമ്മളൊരു നന്മ ചെയ്താൽ ഉടൻ അത് വലതുഭാഗത്തുള്ള മലക്ക് എഴുതി വെക്കും. അപ്പോൾ ആ സ്പോട്ടിൽ എഴുതി വെക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ വലതുഭാഗത്തെ മലക്ക് ഇടതുഭാഗത്തെ മലക്കിനോട് പറയും, എഴുതല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണം. അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ടോ എന്നൊന്ന് നോക്ക്. അവൻ തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. തൗബ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം എഴുതിയാൽ മതി എന്ന് പറയും. അപ്പം അല്ലാഹു തആലയുടെ ചിന്ത നോക്കി നിങ്ങൾ. അല്ലാഹു തആലയ്ക്ക് എങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്തയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും കൂലി. പള്ളിയിൽ ഒന്ന് ഇഅ്തികാഫ് വെച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നരകം ഹറാമാക്കുന്നു. നിങ്ങൾ ഖുർആനിലോട്ട് നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നു. നിങ്ങൾക്ക് പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും ഉണ്ടോ? അവരെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വലിയ കൂലിയുണ്ട്. അവരെ നിങ്ങൾ തെരുവിലേക്ക് ഇറക്കിയാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
നമ്മൾ ചില ആളുകൾക്കൊക്കെ ഒരു ശീലമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഈ പ്രായം ചെന്ന ഉമ്മാരടുത്ത് ഉപ്പാരത്തുള്ള പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കര പ്രശ്നമാണ്. ചില ആളുകൾ മക്കളോട് ചിരിക്കും, ഭാര്യയോട് ചിരിക്കും, ഉമ്മാനോട് ഉപ്പാനോട് ചിരിക്കൂല. എന്താ മോനെ വൈകി? അത് വേറെ പരിപാടി ഉണ്ടായിരുന്നു. എന്തൊക്കെ നിങ്ങൾ വൈകി ഭാര്യ ചോദിച്ചാൽ അത് മോളെ എന്ന് അവിടെ തിരക്ക്, അങ്ങനെ അത് മറുപടി. എന്താ ഉപ്പ വൈകി? അപ്പോൾ ഉപ്പാക്ക് മക്കളെടുത്ത് അത് ഉപ്പ എന്നും നേരത്തെ വരാൻ പറ്റുമോ? ഉപ്പാക്ക് ജോലി തിരക്കല്ലേ? ഇതേ ചോദ്യം ഉമ്മയോ ഉപ്പയോ ചോദിച്ചാൽ അത് പരിപാടി ഉണ്ടാകുന്നത് കഴിഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയൊരു കളങ്കം കൊണ്ട് പോലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൽബ് വേദനിപ്പിക്കരുത്. അതുകൊണ്ടൊന്നും മെച്ചപ്പെടാൻ പോകണില്ല, അതുകൊണ്ടൊന്നും നമ്മൾ നന്നാൻ പോകണില്ല. അപ്പോൾ പ്രായം ചെല്ലിനനുസരിച്ച് ഉമ്മാനും ഉപ്പാനും നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന രീതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയും മക്കളും കൂട്ടിയിട്ട് നമ്മൾ വീട് വിട്ടു പോവുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുക, ഉമ്മാടെ അടുത്ത് പറയാതെ പോവുക ചെയ്യരുത്. ആ സമയത്ത് ഉമ്മാടെ അടുത്ത് പറയണം, ഉമ്മ ഞങ്ങളിങ്ങനെ പോവാണ്, ഉമ്മ പോരുന്നുണ്ടോ? ഇല്ല ഞാൻ പോരുന്നില്ല. ഞാൻ ഉമ്മ പോരുന്നുണ്ടോ എന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, ഉമ്മാനെ കയറ്റാൻ പഠിക്കണം. ഇത് നമ്മൾ ചോദിക്കൂല, എങ്ങാനും ഉമ്മ പോന്നാലോ, എങ്ങാനും ഉപ്പ വണ്ടി കയറിയാലും നമ്മൾ ചോദിക്കൂല. ഞങ്ങളിങ്ങനെ പോവുകയാണ്, അപ്പോൾ പോയി വരുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ലല്ലോ ഉമ്മ? ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ പോവുകയാണ്, അങ്ങനെ പോയി വരിക. ഇനി അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ദിവസം ഉമ്മാനെ കൂട്ടി കാറ് കയറ്റും പോവാം, അല്ലെങ്കിൽ ഉപ്പാനെ കൂട്ടി കാറ് കയറ്റി പോവാം എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ ആ എരുമപ്പെട്ടി അങ്ങാടി പോയിട്ട് ഒരു 10 രൂപയുടെ ഗ്ലാസ് ചായ മേടിച്ചു കൊടുത്താൽ മതി, അതായിരിക്കും വലിയ സന്തോഷമായിരിക്കും. അതില്ലാതാവുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഉമ്മയും ഉപ്പയും ഇല്ലാണ്ടാവുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ. മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരി കമലാസുരി ഉണ്ടായിരുന്നു. കമലാസുരി ഒരിക്കൽ പറഞ്ഞ്, മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഖബറിൻ്റെ മുകളിലുള്ള റോസാപ്പൂക്കളല്ല എനിക്ക് വേണ്ടത്, ജീവിതകാലത്താണ് എനിക്കത് വേണ്ടത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കൊന്നും ഉമ്മാനും ഉപ്പാനും നോക്കാൻ പറ്റൂല. അപ്പം നമുക്ക് ഭയങ്കര തിരക്കാം. നമുക്ക് ആ ജോലി, ഇവിടെ ജോലി, അവിടെ ബിസിനസ്, ഇവിടെ ആ ഇടപാടുകൾ ഫുള്ള് തിരക്കാം. ഉമ്മയും ഉപ്പയും മരിച്ചു എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ വന്ന് നെന്നത്തടിച്ച് ഇങ്ങനെ കരയും. എന്ത് കിട്ടി? ആ ഉമ്മാക്കും ഉപ്പാക്കും എന്ത് കിട്ടി? ഒന്നും കിട്ടി. നിനക്ക് എന്ത് കിട്ടി? എനിക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് അവസാന സമയത്തുണ്ട് ഉമ്മാനെ ഉപ്പാനെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാൻ ഒരു നിലവിളിയുണ്ട് നമ്മുടെ അവസാന സമയത്ത്. അല്ലാത്തൊരു നിലവിളിയാണത്. എന്തേ അത്ര കാലം ഉമ്മ കൊടുക്കാന്ന്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കും ഉപ്പാക്കും എന്തൊരു ഉമ്മ കൊടുക്കാന്ന്? എന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ആ ഉമ്മ കൊടുക്കുന്നത് എന്തിനാണ്? ആ ഉമ്മാക്കത് കിട്ടുന്നുണ്ടോ? അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വർഷത്തിലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കേണ്ട പരിഗണനകൾ ആ കാലത്ത് തന്നെ കൊടുക്കണം. അത് പിന്നത്തെ ഒരു കാലത്തേക്ക് കൊടുക്കാനുള്ള കാര്യമൊന്നുമല്ല. ഉമ്മല്ലാത്ത വീടിനെ കുറിച്ച്, ഉമ്മല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെ ഖബർ വലിയ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ വിളക്കുകൾ അണഞ്ഞാൽ പ്രശ്നമാണ്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, ഉമ്മാൻ്റെ കാൽ കീഴിൽ സ്വർഗ്ഗമുണ്ട് മോനെ. എന്താ ഉമ്മാൻ്റെ കാൽ കീഴിൽ സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മാൻ്റെ കാലിലോട്ട് പോയി ഇങ്ങനെ ഇരിക്കുക എന്നാണോ? അല്ല, ഉമ്മാൻ്റെ തൃപ്തിയിൽ സ്വർഗ്ഗമുണ്ട് എന്നുള്ളതാണ്. ഉമ്മാൻ്റെ തൃപ്തിയിൽ സ്വർഗ്ഗമുണ്ടെന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ മാസങ്ങളോളം ഒരു ഉമ്മയെ കൊട്ടയിൽ ചുമന്നുകൊണ്ട് ഉംറക്ക് വന്നു. കൊട്ടയിൽ ചുമന്നുകൊണ്ട് ഉംറക്ക് വന്നു. ആ ഉംറക്ക് വന്നിട്ട് ഉമർ തങ്ങളോട് തന്നെ ചോദിക്കുന്ന തോന്നുന്നുണ്ട്, അതോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോടോ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത എനിക്ക് തീർന്നെന്ന് ചോദിക്കുന്നുണ്ട്. കൊട്ടയിൽ ഇങ്ങനെ ചുമന്ന് വന്നതുകൊണ്ടേ. ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി, നിന്നെ പ്രസവിച്ച സമയത്ത് നിൻ്റെ ഉമ്മ വേദന കൊണ്ട് നിരങ്ങിയ എന്ന് പറയുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അവിടേക്ക് പോലും നീ ഇപ്പം ചെയ്തതെത്തിയിട്ടില്ല എന്നാണ് മഹാനവറുകളുടെ മറുപടി. അപ്പം അല്ലാഹു തആല നമ്മുടെ ഉമ്മാരെ നമുക്ക് വെച്ചത് നിഅ്മത്തായിട്ടാണ്. നമ്മൾ പല ആളുകളും മറന്നു പോകും. ഉമ്മാരൊക്കെ മരിച്ചൊരു 10 വർഷം 15 വർഷം കഴിഞ്ഞവരൊക്കെ ഉമ്മാരെ പലപ്പോഴും മറന്നു പോകും. ഒരു ദിവസം ഒരു ഫാത്തിഹയും യാസീനും ഓതാത്തൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം നമ്മളെ വളർത്തി വലുതാക്കിയിട്ട് അവർ ഖബറിൽ വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ പിന്നെ നമ്മുടെ മക്കളോടും കുട്ടികളോടൊക്കെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഖബറൊന്നും നമ്മളൊരിക്കലും അനാഥാക്കിയിടാൻ പാടില്ല. അതെപ്പോഴും അതിലേക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു വെള്ളിയാഴ്ച കയറി ഇറങ്ങേണ്ട സ്ഥലമല്ല പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ, അതെപ്പോഴും കയറി ഇറങ്ങേണ്ട സ്ഥലമാണ്. അൽഹംദുലില്ലാ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഉയർന്നു വരും. അതൊക്കെ നമ്മൾ ചെയ്യണം. പോകുന്ന സമയത്ത് മക്കളെ കൂട്ടി പോകണം. മുന്നേ ഞാൻ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അഥവാ ദോഷമുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തൂല.